ഇവിടെ ഒരു വയസ്സായ വ്യക്തി അയാളുടെ മകളെ വളരെ കഷ്ടപ്പെട്ട് വിവാഹം കഴിപ്പിച്ച് വിടുകയാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസമായപ്പോഴേക്കും സ്ത്രീധനം കുറവായതിന്റെ പേരിൽ അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ ഇവളുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഇത് ചോദിക്കാൻ ആ പാവം ആ വീട്ടിലേക്ക് പോയപ്പോൾ, നിങ്ങൾ തന്ന സ്ത്രീധനം ഞങ്ങൾക്ക് തികയില്ല, പറ്റുമെങ്കിൽ ഒരു 10 പവൻ കൂടി തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പയ്യനെ വേറെ പെണ്ണിനെ നോക്കേണ്ടി വരും എന്ന് പറയാണ്. വേറെ നിവൃത്തിയില്ലാതെ ആ പാവം മനുഷ്യൻ റോഡ് സൈഡിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ലോട്ടറി കട കാണുകയാണ്. അങ്ങനെ അത് കണ്ട് താൻ ഒരു ലോട്ടറി എടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. ഈ ലോട്ടറി അടിച്ചാൽ എന്റെ എല്ലാ പ്രശ്നവും തീരും. എന്നാൽ ലോട്ടറിയുടെ ക്യാഷ് കൊടുക്കാൻ കീശ തപ്പിയപ്പോൾ കീശയിൽ ക്യാഷ് ഇല്ലായിരുന്നു. എന്നാൽ കടക്കാരൻ ക്യാഷ് പിന്നെ മതി, നിങ്ങൾ ലോട്ടറി എടുത്തോളൂ എന്ന് പറയാണ്. അതെല്ലാം തെറ്റാണ് മോനെ, ഞാൻ ക്യാഷ് കൊടുത്ത് തന്നെ ലോട്ടറി എടുത്തോളാം, നീ ഈ ലോട്ടറി മാറ്റി വെച്ചാൽ മതി എന്ന് പറയാണ്. പിറ്റേന്ന് റിസൾട്ട് നോക്കിയപ്പോൾ ആ വയസ്സായ ആൾ പറഞ്ഞു വെച്ച ടിക്കറ്റിന് 1.5 കോടി 1ാം സ്ഥാനം അടിക്കുകയാണ്. ഇത് കണ്ട ആ ലോട്ടറി കടക്കാരനും ഹാപ്പി ആവാണ്. ഉടനെ ഇയാൾ ആ കാര്യം തന്റെ ഭാര്യയെ വിളിച്ച് പറയാണ്. എന്നാൽ ഭാര്യ അയാൾ ടിക്കറ്റിന്റെ ക്യാഷ് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ ലോട്ടറി നമുക്ക് തന്നെ എടുക്കാം. ഇത് കേട്ട് ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരെയാണ്. എന്റെ മേലുള്ള വിശ്വാസം വെച്ചാണ് അയാൾ ആ ടിക്കറ്റ് എന്റെ അടുത്ത് തന്നു പോയത്. ചത്താലും ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് പറഞ്ഞ് ആ 1.5 കോടിയുടെ ലോട്ടറി ഇയാൾ ആ പാവപ്പെട്ട തന്നെ കൊടുക്കുകയാണ്.